students, welcome to Varanda Race YouTube class. എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താ? ജനുവരി ഫസ്റ്റ് വീക്കിൽ 1 to 7 ഉള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ SSC, ബാങ്ക്, PSC ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അതിൽ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ എന്ത് ചെയ്യുക, അതിനകത്ത് വന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. എക്സ്പേർട്സ് നിങ്ങളുടെ ഡൗട്ട്സുമായിട്ട് മറുപടിയുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് നോക്കിയേ, നമ്മൾ നോക്കുന്നത് ജനുവരി 1 to 7 ഉള്ള 1 to 7 ഇടയ്ക്കുള്ള ഈ ജനുവരിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ജനുവരി എന്താ? ന്യൂ ഇയർ ആണ്. ഫസ്റ്റ് ജനുവരി അതുപോലെ ആഘോഷിക്കുന്ന മറ്റൊരു ഡേ ആണ് എന്താ? ഗ്ലോബൽ ഫാമിലി ഡേ. ഫസ്റ്റ് ജനുവരിൻ്റെ പ്രത്യേകത എന്താ? ഒന്ന് ന്യൂ ഇയർ ആണ്, അടുത്തത് ഗ്ലോബൽ ഫാമിലി ഡേ ആണ്. അടുത്ത നോക്കിയേ, 4th ജനുവരി വേൾഡ് ബ്രെയിലി ഡേ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 4th ജനുവരി ഏതാ? വേൾഡ് ബ്രെയിലി ഡേ. 6th ജനുവരിൻ്റെ പ്രത്യേകത നോക്കിയേ, വേൾഡ് ഡേ ഓഫ് വാർ ഒഫൻസ് ആണ്. വേൾഡ് ഡേ ഓഫ് വാർ ഒഫൻസ്. അത് നോക്കിയേ, നമ്മുടെ 9th ജനുവരി ഇമ്പോർട്ടൻ്റ് ആണ്, പ്രവാസിയ ഭാരതീയ ദിവസമാണ്. പ്രവാസി ഭാരതീയ ദിവസമാണ് എന്ത്? ജനുവരി 9th. അടുത്ത് നോക്കിയേ, Jan 10 നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നത്? വേൾഡ് ഹിന്ദി ഡേ ആണ്. അപ്പോൾ നമ്മുടെ ജാനിലെ ആദ്യത്തെ 10 ദിവസത്തെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഡേയുടെ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ധനുയാത്ര ഫെസ്റ്റിവൽ, ദ ലാർജസ്റ്റ് ഓപ്പൺ എയർ തിയേറ്റർ ഫെസ്റ്റിവൽ ബിഗാൻ ഇൻ വിച്ച് സ്റ്റേറ്റ് റീസെൻ്റ്ലി എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് വീക്കിൽ വരുന്ന കറണ്ട് അഫയേഴ്സിനകത്തുള്ളതാണ് ധനുയാത്ര. ഓക്കെ അല്ലേ? ധനുയാത്ര ലാർജസ്റ്റ് ഓപ്പൺ എയർ തിയേറ്റർ ഫെസ്റ്റിവൽ ആണ്. ഏത് സ്റ്റേറ്റിലാണ് കൊണ്ടുവന്നത്? ഓക്കെ, 5 ഓപ്ഷൻ ഉണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, കേരള. നിങ്ങൾ ആയിരുന്നുവെങ്കിൽ അതിനകത്ത് ഏത് ഓപ്ഷൻ ആയിരിക്കും മാർക്ക് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് കമൻറ്റ് ചെയ്തേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആൻസർ സി ആണ്. ഒഡീഷയിലാണ് എന്ത് ചെയ്തേക്കുന്നത്? ധനുയാത്ര കണ്ടക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് as the US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഇൻ ദ നാഷണൽ കൗൺസിൽ അഡ്വൈസറി ഗ്രൂപ്പ്. കമല ഹാരിസിന്റെ നാഷണൽ സ്പേസ് കൗൺസിൽ അഡ്വൈസറി ഗ്രൂപ്പിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആരെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗെറ്റോ സോറ, ഹർഷിത് രാജ, സേതു മാധവൻ, രാജീവ് ബദ്യാൽ. 4 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആയിരുന്നുവെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും മാർക്ക് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നോക്കിയേ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾ മാർക്ക് ചെയ്ത ആൻസർ കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. നോക്കിയേ, രാജീവ് ബദ്യാൽ ആണ്. രാജീവ് ബദ്യാൽ ആണ് ഏതേക്കുന്നത്? നമ്മുടെ നാഷണൽ സ്പേസ് കൗൺസിൽ അഡ്വൈസറി ഗ്രൂപ്പിനകത്ത് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന പുതിയ ആളെന്ന് പറയുന്നത് രാജീവ് ബദ്യാൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സിലേക്ക് പോകാം. നോക്കിയേ, അജിത് കുമാർ സക്സേന എന്ന് പറയുന്നത് മോയിൽ, അതായത് മാനേജ്മെന്റ്സ് ഓർ ഇന്ത്യ ലിമിറ്റഡിന്റെ പുതിയ ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന വ്യക്തി ആരാണ്? അജിത് കുമാർ സക്സേനയാണ്. അടുത്ത നോക്കിയേ, നമ്മുടെ മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ അഡ്വൈസറി കൗൺസിലിന്റെ ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് N ചന്ദ്രശേഖരൻ. മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ അഡ്വൈസറി കൗൺസിലിന്റെ ഹെഡാണ് ആര്? N ചന്ദ്രശേഖരൻ. അടുത്ത നോക്കിയേ, സുന്ദരരാമൻ രാമമൂർത്തി. നമ്മുടെ ആരുടെ MD ആൻഡ് CEO ആണ്? BSCന്റെ MD ആൻഡ് CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് ആര്? സുന്ദരരാമൻ രാമമൂർത്തി. ഓക്കെ അല്ലേ? അടുത്തൊക്കെ അജയ് കുമാർ ശ്രീവാസ്തവ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ പുതിയ MD ആണ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ പുതിയ MD ആണ് ആര്? അജയ് കുമാർ ശ്രീവാസ്തവ. അടുത്ത ഒരാളെയും കൂടെ നോക്കാം. നോക്കിയേ, നമ്മുടെ അഡീഷണൽ ചാർജ് ഇൻ BSF എടുത്തിരിക്കുകയാണ് സുജോയ് 1000. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കി കുറച്ച് ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെന്റ് കൂടെ ആകുമ്പോൾ ഈ ഒരു വീക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്പോയിൻമെന്റ്സും കഴിയും. അങ്ങനെയാണെങ്കിൽ ബാക്കി നോക്കിയേ, നമ്മുടെ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ പുതിയ ആരാണ്? ചെയർമാൻ ആയിട്ട് വന്നിരിക്കുന്ന വ്യക്തിയാണ് ദിനേശ് ശുക്ല. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ, നമ്മുടെ IAFന്റെ വെസ്റ്റേൺ കമാൻഡിന്റെ ഹെഡായിട്ട് വന്നിരിക്കുന്ന വ്യക്തിയാണ് ആര്? പങ്കജ് മോഹൻ സിൻഹ. ഓക്കെ അല്ലേ? പങ്കജ് മോഹൻ സിൻഹ. അടുത്ത നോക്കിയേ, ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു? നമ്മുടെ മൈഥിലി താക്കൂറിനെ ബീഹാർ സ്റ്റേറ്റിന്റെ ഇലക്ഷൻ ഐക്കൺ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് മൈഥിലി താക്കൂർ. അടുത്ത നോക്കിയേ, ജേഴ്സൺ വു ബാങ്ക് ഓഫ് സിംഗപ്പൂരിന്റെ CEO ആയിട്ട് വന്നിരിക്കുന്ന വ്യക്തിയാണ് ജേഴ്സൺ വു. ഓക്കെ, അടുത്ത നോക്കിയേ, ഭാരത് പേയുടെ ഇന്ററിം CEO ആയിട്ട് ആരാ വന്നിരിക്കുന്നത്? നലിൻ നേഗിയാണ്. ഓക്കെ അല്ലേ? US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിന്റെ പുതിയ സ്പീക്കറാണ് കെവിൻ മെക്കാർത്തി. എവിടെ വന്നേക്കുന്നത്? നമ്മുടെ ന്യൂ സ്പീക്കർ ഓഫ് ദി US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് ആണ്. അപ്പോൾ ഈ ഒരു വീക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക്
അടുത്ത് നോക്കിയേ, ഈ ഒരു വീക്കിൽ വന്ന ഏറ്റവും ന്യൂസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നൊരു ബുക്ക് ആൻഡ് ഓതർ ആണ് കൊടുത്തേക്കുന്നത്, അംബേദ്കർ എ ലൈഫ്. ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് നമ്മുടെ ശശി തരൂരാണ്. അപ്പം നിങ്ങൾക്കറിയാം എക്സാമിനേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൈറ്ററാണ് ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ നോക്കിയേ, അംബേദ്കർ എ ലൈഫ് എന്ന് പറഞ്ഞേക്കുന്ന ബുക്ക് എഴുതിയേക്കുന്ന ആരാണ്? ശശി തരൂരാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ആഴ്ചത്തെ ഇമ്പോർട്ടൻ്റ് ബുക്ക് ആൻഡ് ഓതർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഈ അടുത്തിടയ്ക്ക് വന്നിട്ടുള്ള ന്യൂസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിയേ, വേൾഡ് ചെസ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയിരിക്കുകയാണ് ആര്? കൊണേറു ഹംപി. ഓക്കെ അല്ലേ? സിൽവർ മെഡലാണ് കിട്ടിയിരിക്കുന്ന വേൾഡ് ചെസ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ കിട്ടിയിരിക്കുന്ന ആർക്കാണ്? കൊണേറു ഹംപിക്കാണ്. അടുത്ത നോക്കിയേ, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2022 മെൻസ് അണ്ടർ 18 ടൈറ്റിൽ നേടിയിരിക്കുകയാണ് ആരാ? ഹോക്കി മധ്യപ്രദേശാണ് കിട്ടിയിരിക്കുന്നത്. ഹോക്കി കിട്ടിയിരിക്കുന്ന ആർക്കാണ്? മധ്യപ്രദേശിനാണ് എന്ത് ചെയ്തേക്കുന്നത്? നമ്മുടെ ഖേലോ ഇന്ത്യയിൽ അണ്ടർ 18 ടൈറ്റിൽ കിട്ടിയിരിക്കുന്നത്. അടുത്ത നോക്കിയേ, ഹരിയാന വുമൺസിനാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? അണ്ടർ 18 നമ്മുടെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ അണ്ടർ 18 ടീമിൽ വുമൺസിന്റെ കാറ്റഗറിയിൽ ഹോക്കിയിൽ കിട്ടിയിരിക്കുന്ന ആർക്കാണ്? ഹരിയാനയ്ക്കാണ്. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ, ICC T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് 2022 2 പേരെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് മന്താന, അതുപോലെ 2 സൂര്യകുമാർ. ഓക്കെ. അടുത്ത് നോക്കിയാൽ നമ്മുടെ സൗദി അറേബ്യൻ ക്ലബ് അൽ നാസറിലേക്ക് ആരാണ് പുതുതായിട്ട് ജോയിൻ ചെയ്തേക്കുന്നത്? നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ജോയിൻ ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? സൗദി അറേബ്യൻ ക്ലബ് അൽ നാസറിലേക്കാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ത് ചെയ്തേക്കുന്നത്? ജോയിൻ ചെയ്തിരിക്കുന്നത്. അടുത്ത് നോക്കിയേ, ഇന്ത്യയുടെ 78ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് കൗസ്തവ് ചാറ്റർജി ആണ്. അതുപോലെ 79ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രണേഷ് എമ്മിനെയാണ്. അപ്പോൾ 2 ആൾക്കാർ, ഒന്ന് കൗസ്തവ് ചാറ്റർജി, രണ്ടാമത്തെ ആരാണ്? പ്രണേഷ് എം ആണ്. അപ്പോൾ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ന്യൂസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യാസ് ഫസ്റ്റ് അണ്ടർ വാട്ടർ മെട്രോ വിൽ ബി സ്റ്റാർട്ടഡ് ഇൻ. ഇന്ത്യാസ് ഫസ്റ്റ് അണ്ടർ വാട്ടർ മെട്രോ വിൽ ബി സ്റ്റാർട്ടഡ് ഇൻ. ഓക്കെ, 4 ഓപ്ഷൻ ഉണ്ട്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ഹൈദരാബാദ്. നല്ല ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആയിരുന്നെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും സെലക്ട് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കിക്കേ. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ മനസ്സിൽ, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത ആൻസർ കറക്റ്റ് ആണോ നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, കൊൽക്കത്തയിലാണ് ഇന്ത്യയുടെ ഫസ്റ്റ് അണ്ടർ വാട്ടർ മെട്രോ വരാൻ പോകുന്നത്. എവിടാണ്? കൊൽക്കത്തയിലാണ് വരാൻ പോകുന്നത്. അടുത്ത നോക്കിക്കേ, വിച്ച് കൺട്രി ഈസ് സെറ്റ് ടു ബിൽഡ് ബ്രിട്ടീഷ് ഇന്ത്യൻ മിലിറ്ററി ആർമി മെമ്മോറിയൽ? വിച്ച് കൺട്രി സെറ്റ് ടു ബിൽഡ് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി മെമ്മോറിയൽ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഏത് കൺട്രിയിലാണെന്നാണ് ക്വസ്റ്റ്യൻ. വെയിൽസ്, അയർലൻഡ്, നോർവേ, സ്കോട്ട്ലൻഡ്. 4 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ആയിരുന്നെങ്കിൽ ഇതിൽ ഏതായിരിക്കും മാർക്ക് ചെയ്ത് നോക്കുക? വിച്ച് കൺട്രീസ്? ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി മെമ്മോറിയൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. നമുക്ക് നിങ്ങൾ വിചാരിച്ച, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തത് കറക്റ്റ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, സ്കോട്ട്ലൻഡിലാണ് കേട്ടോ. നമ്മുടെ സ്കോട്ട്ലൻഡിലാണ് എന്ത് വരുന്നത്? ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി മെമ്മോറിയൽ എന്താ വരാൻ പോകുന്നത്? ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനുവരി 1 to 7 അപ്പോയിൻമെൻറ്റ്സ് നോക്കിയിട്ടുണ്ട്. അതുപോലെ സ്പോർട്സ് റിലേറ്റഡ് ബുക്സ് ആൻഡ് ഓതേഴ്സ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ഡേയ്സ്, ഇങ്ങനത്തെ ഉള്ള ഒരു സെറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഫിനിഷ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെറ്റിൽ ഇതിൻ്റെ ബാക്കി, അതായത് എന്താ സ്കീംസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ അവാർഡ്സ്, ഓണേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോവാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ക്ലാസ് കൃത്യമായിട്ട് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.